വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുണ്യാസ് ഫാഷൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യാറ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം. നമ്മൾ ഏത് മെഷർമെൻറ്റ് നമ്മളുടെ കപ്പ് എടുക്കുമ്പോൾ ആ കപ്പിൻ്റെ 1/2 കപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം എപ്പോഴും കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഈ മാവ് കുഴച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ നല്ല വെട്ടി തിളപ്പിച്ചിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി കൊണ്ട് ആദ്യം ഇളക്കുക, പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ വെച്ച വെള്ളം 1/2 ഗ്ലാസ് എന്നുള്ളത് ഒരു 2-3 സ്പൂണോ ചിലപ്പോൾ കൂടുതൽ വേണം. കാരണം വെള്ളം വെച്ചാൽ ഒന്നും പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലാം കുഴയ്ക്കണം. പിന്നെ വെള്ളം കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതുകൊണ്ടാണ് ഈ കറക്റ്റ് അളവ്. ഞാൻ ആ വെള്ളത്തിൻ്റെ ഭാഗം ഉള്ളത് ഇതിൽ കട്ട് ചെയ്ത് പോയി. ഞാൻ എടുത്ത വീഡിയോ സമയത്ത് എന്തോ ആയ കാരണം ഇതിൽ കിട്ടിയില്ല. അപ്പോൾ കറക്റ്റ് ഞാൻ പറയാം, ഏതാണ് നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം എടുക്കുക. പിന്നെ ഒരു 2 സ്പൂണും കൂടി കൂടുതൽ ഒഴിക്കാൻ പറഞ്ഞത് നിങ്ങളെ ചപ്പാത്തി പൊടിയുടെയൊക്കെ മാതിരിയിരിക്കും. ഇത് കുഴച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ച് ഉരുട്ടി വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഉരുളകളാവും. നന്നായി കുഴയ്ക്കണം. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കപ്പിന് ഏകദേശം 10-12 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. അപ്പോൾ അതിനൊരു പാന് ചൂടാക്കാൻ വയ്ക്കുക. ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പരത്തും ചൂടും ഒപ്പം ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആശീർവാദിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് 5 കിലോ പാക്കറ്റ് കീറി കറക്റ്റ് സ്ക്വയർ പീസാക്കിയെടുക്കുക. നിങ്ങൾക്ക് കവറുകൾ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു PVC പൈപ്പിൻ്റെ ഒരു പീസാണ് എടുത്തത്. മറ്റേതായിട്ട് പരത്താൻ വലിയ സുഖം ഉണ്ടാവില്ല. വലിയ വലുപ്പമുള്ളതും വേണ്ട, ചെറുത്, അതായത് ചെറിയ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന PVC പൈപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ അതിങ്ങനെ പേപ്പർ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ പരത്തിയെടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. ശരിക്കും നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ഭയങ്കര ഈസിയാണ്. എന്താ വെച്ചെങ്കിൽ ഇത് തീരെ ഉറപ്പ് വരില്ല ഈ ചപ്പാത്തി. പിന്നെ നല്ല നൈസായിട്ട് നമുക്ക് പത്തിരിയുടെ ഒക്കെ പോലെ നല്ല നേർമയിൽ കിട്ടും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് ആര് ചെയ്താലും അങ്ങനെ തന്നെ കിട്ടും. ഒരു ദിവസം നമുക്ക് എന്തോ ഒരു കാര്യം ആദ്യം ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അല്ലാണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ വെള്ളത്തിൻ്റെ കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചപ്പാത്തി എടുക്കാൻ കിട്ടും. എന്നിട്ട് ഈ കവറിൽ നിന്ന് ഇതേപോലെ വിട്ടിടും. ഇനി ഈ കവറിൽ എണ്ണയൊന്നും ആക്കണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ 1 സ്പൂൺ ഓയിൽ തന്നെ മതി. എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് അല്ലാത്തതിൽ ചുടാറില്ല. ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാറ്. വേറെ വല്ല ഇതിലും ചുട്ടാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചുട്ട് നോക്കിയിട്ടില്ല. ഇത് ചുടുമ്പോൾ കണ്ടില്ല, ഇപ്പോൾ നന്നായി പൊള്ളി വരുന്നുണ്ട്. ആദ്യം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിടുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു സൈഡ് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അത്രേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അപ്പുറം തിരിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര സോഫ്റ്റായിട്ട്. അതിങ്ങനെ കയ്യിൽ പിടിച്ചാൽ എന്താ പറയുക, ഇങ്ങനെ ഇപ്പോൾ നമുക്ക് കറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാലഡ് അതിൻ്റെ നടുക്കിൽ വെച്ച് റോൾ ചെയ്തിട്ട് കുറച്ച് മയോണൈസൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിലിരിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ, നല്ല സോഫ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.